ഓണത്തിനൊക്കെ സമയമുണ്ടെന്ന് പറഞ്ഞാൽ ഈ ഓണത്തിന്റെ തലേ ദിവസമുള്ള ഓട്ടപ്പാച്ചിലും ഷോപ്പിംഗും ഒക്കെ രസമുള്ള ഒരു പരിപാടിയാണ് അല്ലേ? അപ്പോൾ അങ്ങനെ ഷോപ്പിംഗ് ചെയ്യുന്ന കൂട്ടത്തിൽ നമുക്ക് നല്ലൊരു സമ്മാനം കൂടി കിട്ടുകയാണെന്ന് പറഞ്ഞാൽ സന്തോഷം ഇരട്ടിയാണ്. അപ്പോൾ ജൊഹാൻ ജ്വല്ലേഴ്സിൽ കഴിഞ്ഞ 5 ദിവസമായിട്ട് ഒരു തരി പൊന്ന് വാങ്ങുകയാണെങ്കിൽ പോലും ഓണപ്പുടവ നമ്മൾ സമ്മാനമായിട്ട് കൊടുത്തിരുന്നു. ഒരുപാട് കസ്റ്റമേഴ്സ് സമ്മാനമൊക്കെ മേടിച്ച് ഹാപ്പി ആയിട്ട് പോയി. ഇന്ന് ഇപ്പൊ അതിന്റെ ഒരു ലാസ്റ്റ് ഡേ ആണ്. കുറെ കസ്റ്റമേഴ്സ് വന്നിട്ട് നമുക്ക് അവരെയൊക്കെ ഒന്ന് കാണാം, എന്തൊക്കെയാ ഓണ വിശേഷങ്ങൾ ചോദിക്കാം. കൂടാതെ നമ്മൾ ഈ ഫെസ്റ്റിവൽ സീസൺ ഒക്കെ വരുമ്പോഴാണല്ലോ നമ്മുടെ ഫാമിലിനെയൊക്കെ പരിചയപ്പെടുന്നത്. അപ്പൊ ജൊഹാൻ ഫാമിലിനെ കൂടെ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോവാണ്. അപ്പൊ നമുക്ക് ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു സന്തോഷം എന്ന് പറയുന്നത് ഈ ഒരു വാം വെൽക്കം തന്നെയാണ്. ചിരിക്കുന്ന ഒരു മുഖമല്ല, ഒരുപാട് മുഖങ്ങൾ കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ജൊഹാൻ ജ്വല്ലേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, എന്താ പറയാ, ഓണം ഗിഫ്റ്റ് അല്ലെങ്കിൽ ഈ ഓണം സീസണിന്റെ ഭാഗമായിട്ട് ഗിഫ്റ്റ് കൊടുക്കുന്നു. ഒരുപാട് പേര് സന്തോഷത്തോടെ ഗിഫ്റ്റ് വാങ്ങുന്നു. ഹാപ്പി ഷോപ്പിംഗ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജൊഹാൻ ജ്വല്ലേഴ്സിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എപ്പോഴും പല വീഡിയോസിൽ പല വെറൈറ്റി ഓർണമെന്റ്സ് കാണിച്ചിട്ടുണ്ട് അല്ലേ? ആ ഓർണമെന്റ്സ് ഒക്കെ കണ്ടുപിടിച്ച് ജൊഹാൻ ജ്വല്ലേഴ്സിലേക്ക് എത്തിക്കുന്നതാരാ? അപ്പൊ നമ്മുടെ ഓണത്തിരക്കൊക്കെ അങ്ങ് പീക്കില് എത്തി നിൽക്കുന്ന സമയമാണ്. അതെ കഴിഞ്ഞ ഒരു 5 ദിവസമായിട്ട് നമുക്ക് നമ്മുടെ ഓണം ഓഫേഴ്സ് ആയിരുന്നു. അപ്പൊ അതിന്റേതായ ഒരു തിരക്കും കാര്യങ്ങളാണ്. ഇപ്പൊ ഈ ഇന്റർവ്യൂ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇത്രയൊന്നുമില്ല, എന്നെ പറ്റി അത്രയും ഒന്നും പറയേണ്ട ഒരു കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ചേച്ചി നല്ലൊരു ഇതായതുകൊണ്ട് പറഞ്ഞു വിടുന്നതാണ്. ഇല്ല, ഞാൻ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല. വെറൈറ്റി ഓർണമെന്റ്സ് അതിന്റെ പുറകിലുള്ള ആൾ, അത് കറക്റ്റ് തന്നെയാണ്. നമ്മുടെ കസ്റ്റമേഴ്സിനോടുള്ള ഒരു കമ്മിറ്റ്മെന്റ് ആണ്. കാരണം അവരാണ് നമ്മുടെ ഏറ്റവും ഒരു കീ ആയിട്ടുള്ള ഒരു ബാക്ക് ബോൺ കസ്റ്റമേഴ്സ് ആണ്. കസ്റ്റമേഴ്സിന് ആവശ്യമുള്ള സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്തം. അല്ലാതെ നമ്മുടെ കയ്യിലുള്ളത് അവർക്ക് വിറ്റ് തീർക്കുക എന്നുള്ളതല്ല. അവർക്ക് എന്താണ് വേണ്ടത്, അവർക്ക് വെറൈറ്റി വേണം. നമ്മളും പല എക്സിബിഷനുകൾക്ക് പോകും. അതുപോലെ നമ്മളിപ്പോൾ നമ്മുടെ ഷോപ്പ് എക്സിബിഷന് പോകാൻ തുടങ്ങി. അപ്പം നമുക്ക് തന്നെ തോന്നി നമ്മളുടെ കളക്ഷൻസിൽ മോർ ലൈറ്റ് വെയിറ്റിലും വെറൈറ്റി മാറ്റണം എന്ന് നമുക്ക് എപ്പോഴും തോന്നും. കസ്റ്റമൈസേഷൻ, അതാണ് ഞങ്ങളുടെ കസ്റ്റമൈസേഷൻ വളരെ ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട്. കാരണം പണ്ടൊക്കെ ഒരു വർഷത്തിൽ 1-2 കേസ് ആണ് ഒത്തിരി കസ്റ്റമൈസേഷനിൽ വരുന്നുള്ളൂ. മോതിരങ്ങളിലൊക്കെ ഒത്തിരി വരും, നെയിം റിങ്സിൽ, പക്ഷെ അല്ലാത്ത ഐറ്റത്തിൽ വരത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പം നമ്മുടെ ഇത് ചെയ്ത ആൾക്കാർ ഇപ്പം മേ ബി മന്തിൽ ഒരു 10-15 ഐറ്റംസുകളെങ്കിലും കസ്റ്റമൈസ് ചെയ്ത് ആൾക്കാരുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ട്. അല്ല, നമ്മൾ ഹാപ്പിയാണ്, കസ്റ്റമേഴ്സ് ഭയങ്കര ഹാപ്പിയാണ്. ഈ പാട്ടും പാടി കച്ചവടം ചെയ്യാന്ന് പറയില്ല, അങ്ങനെ ഒരാളാണ് റിക്കി. അത്ര എളുപ്പത്തിൽ കച്ചവടം ചെയ്യുന്നതല്ല, പാഷൻ സൈഡ് ആളൊരു സിംഗറാണ്. അതായത് ഇവിടെ നിന്ന് എപ്പോൾ ഗ്യാപ്പ് കിട്ടുന്നോ നമ്മൾ റിക്കിനെ തപ്പിയാൽ റിക്കി ഒരു സ്റ്റേജിലുണ്ടാവും പാടുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സ്ക്രീനിൽ ഒരാളും കൂടെ വേണം. ഇനി റിക്കിനെ ഇങ്ങനെ ഒറ്റയ്ക്ക് നമുക്ക് ഒരു സ്ക്രീനിൽ നിർത്താൻ പറ്റില്ല. സ്ക്രീൻ സ്പേസ് അതല്ലെങ്കിൽ എന്താ ലൈഫ് സ്പേസ് ഷെയർ ചെയ്യാൻ റീസെന്റ് റിക്കിയുടെ ലൈഫിലേക്ക് അല്ലെങ്കിൽ ജൊഹാൻ ഫാമിലിയിലേക്ക് ഒരാളും കൂടെ ആഡ് ഓൺ ആയിട്ടുണ്ട്. അതെ, മറ്റേ വിളിച്ചാലൊക്കെ വരാൻ പറ്റുള്ളൂ. അതിനൊരു അങ്ങനെ ഗംഭീരമായ ഇൻട്രൊഡക്ഷൻ കൊടുക്കണം. അപ്പൊ ഞാൻ നടന്നു വരാന്നൊക്കെ പറഞ്ഞു. അപ്പൊ എങ്ങനെയാണ് റിക്കി ഫുൾ ടൈം കച്ചവടത്തിൽ തിരക്കിലാണോ? ഇല്ല, ഓൾവേസ് അല്ല, എന്നാലും കുഴപ്പമില്ല, ലൈക്ക് ഒരു ബാലൻസ് ഉണ്ട്. അതെ, നമ്മള് മറ്റേ കസ്റ്റമേഴ്സ് ആണോ മെയിൻ, ഭാര്യയാണോ മെയിൻ ചോദിച്ചാൽ ഏത് പറയും? രണ്ടും മറ്റേ അവിടെ ഇവിടെ തൊടാണ്ട് മറുപടി പറയണമെന്ന് ഞാൻ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അല്ലേ, കസ്റ്റമേഴ്സ് ബാക്ക് ബോൺ ആണ് പറഞ്ഞു. പക്ഷെ അതിനെക്കാട്ടിലുമുള്ള ഈ ഒരു ഫീൽഡിലേക്ക് റിക്കിയെ കൊണ്ടുവന്ന റിക്കിയുടെ ഇമോഷണൽ സ്ട്രെങ്ത് എല്ലാം കൊണ്ടും സ്ട്രെങ്ത് ആയ ആൾ, ജൊഹാന്റെ തലതൊട്ടപ്പൻ എന്ന് വേണമെങ്കിൽ പറയാം. ക്യാമറ അങ്ങോട്ട് തിരിയൂ. അപ്പൊ നമ്മൾ പറയും ഇതാണ് ശരിക്കും മുതലാളി, വലിയ മുതലാളി. അപ്പൊ എങ്ങനെയുണ്ട് ഇപ്പം നമുക്കിപ്പോ സിനിമയിലാണെങ്കിലും രാഷ്ട്രീയത്തിലൊക്കെ ആണെങ്കിലും മക്കൾക്ക് വഴിമാറി കൊടുക്കുന്ന ഒരു ട്രെൻഡാണ്. എങ്ങനെയുണ്ട് ബിസിനസ് പുത്രനെ ഏൽപ്പിച്ചിട്ട്? വഴി മാറി കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ, സൈഡിലേക്ക് ഒതുങ്ങി നിന്നാ. എന്നാലും നമ്മുടെ ഒരു നോട്ടം വേണം. അത് വേണം, പിള്ളേര് അത് കറക്റ്റായിട്ട് കൊണ്ടുനടത്തുന്നവരെ ഒരു ചെറിയൊരു പിടുത്തം വേണം. അവർക്കെല്ലാം കൊടുക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. അവർക്ക് നന്നായിട്ട് നോക്കുന്നുണ്ട്. ഫാൻസി ആണെങ്കിലും അതിന്റെ സപ്പോർട്ടാണ്. അവിടെ ഇംഗ്ലണ്ടിന് പോയിട്ട് ഒരു മാസം കൊണ്ട് അവിടെ തിരിച്ചു പോകും ബിസിനസ്, ഓണം ബിസിനസ്സിന്. ഇപ്പൊ നമ്മളിപ്പോ എത്ര വർഷമായി ഈ ബ്രാൻഡ് ഇവിടെ തുടങ്ങിയിട്ട് 4-ാമത്തെ വർഷം. വളരെയധികം. അല്ലാതെ ഞാൻ 2006 ഞാൻ 2 പാർട്ട്നേഴ്സായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. 10-13 വർഷം ഓടി, നല്ല രീതിയിൽ ഓടി. ചില ബുദ്ധിമുട്ടുകൾ വന്നു അതിന്. അതപ്പോൾ ഞാനത് ഒറ്റയ്ക്ക് മാറി. അവരെ അത് തന്നെ കൊണ്ടുവരണം പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ വഴി നോക്കി. എൻ്റെ വഴിയായിരുന്നു കറക്റ്റെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി.
ആർട്ടിഫിഷ്യലിനേക്കാളും ഫാർ ബെറ്റർ ഇപ്പോഴത്തെ ഇതാണെന്ന് നമുക്ക് ഇപ്പൊ തന്നെ അതെ അതെ. അപ്പൊ അങ്ങനെ 4 വർഷമായിട്ട് ജൈത്രയാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ജൊഹാൻ ഫാമിലിനെ പരിചയപ്പെടുന്നതിന്റെ ഒപ്പം തന്നെ ഇവിടെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ, ഓണപ്പുടവ സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ട്. വാങ്ങിച്ചു. അപ്പോൾ ഓണം ഷോപ്പിംഗ് തകൃതിയായിട്ട് നടക്കുന്നു, നമ്മൾ സമ്മാനം കൊടുത്ത് സന്തോഷിക്കുന്നു. അപ്പൊ ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ഗ്യാപ്പിൽ നമുക്ക് ബാക്കിയുള്ളവരെയും കൂടെ നമ്മുടെ ജൊഹാൻ ഫാമിലിയിലെ ബാക്കി മെമ്പേഴ്സിനെ കൂടെ ഒന്ന് വേഗം പരിചയപ്പെടാം. നമസ്കാരം. താരങ്ങളിൽ താരം എന്ന് ഞങ്ങൾ സ്നേഹത്തോടെ വിളിക്കുന്നത്. കാരണം അത്യാവശ്യം ഇപ്പൊ നമുക്കൊരു പുതിയ പ്രൊഡക്റ്റ് ഒക്കെ വന്ന് അത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഒരാളില്ല, അല്ലെങ്കിൽ എനിക്കോ റിക്കിക്കോ ഒക്കെ വരാൻ പറ്റിയില്ലെങ്കിൽ വീഡിയോ ചെയ്യണോ, ഗോൾഡ് സെയിൽ ചെയ്യണോ, അതിനെപ്പറ്റി പറയണോ, ബില്ലടിക്കണോ, എന്തിനും ഏതിനും തയ്യാറായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. പേര് പറയും. ചന്ദ്രബോസ്. എത്ര വർഷമായി ഇവിടെ? ഞാൻ ഇവിടെ 4 വർഷമായി. ഫീൽഡില് 15-18 വർഷത്തോളമായിട്ടുണ്ട്. എന്താണ് ജൊഹാൻ ജ്വല്ലേഴ്സിൽ ഇപ്പൊ ഇത്രയും 10-15 വർഷം എന്ന് പറയുമ്പോൾ ഒരുപാട് സ്ഥലത്ത് വർക്ക് ചെയ്തിട്ടുണ്ടാവുമല്ലോ. ജൊഹാൻ ജ്വല്ലേഴ്സിൽ എന്താണ് ഒരു പ്രത്യേകത തോന്നുന്നത്? ഇത്രയും നാളും വർക്ക് ചെയ്തതിൽ വെച്ച് ഏറ്റവും സന്തോഷവും ആനന്ദപ്രദവുമായ ഒരു സ്ഥാപനം എനിക്ക് കിട്ടിയേക്കണേ ജൊഹാൻ ജ്വല്ലറിയാണ്. അപ്പൊ നമുക്ക് അടുത്ത ആളോട് വിശേഷങ്ങൾ ചോദിക്കാം. പേര്? എന്റെ പേര് അജിത്ത്. വീട് കീഴിലാണ്. ഞാൻ അവിചാരിതമായിട്ട് വന്നു പറ്റിയ ആളാണ് ഇവിടെ. ജോസേട്ടന് ഞാൻ യാതൊരു ബന്ധം ഉണ്ടായിരുന്നു. പക്ഷെ വന്നതിന് ശേഷം എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനോ അതിലുപരി ആരോ ആണ്. അവർ ആ ഫാമിലി ആയിട്ട് ഇന്നും ഞാനും എൻ്റെ മോളാണ് ഇവിടെ എല്ലാം ചെയ്യുന്നുണ്ട്. അവരുടെ വീഡിയോ എല്ലാം ചെയ്യുന്ന മോളായിരുന്നു. ഞങ്ങളുടെ കവറിൽ വരെ മോളുടെ ഫോട്ടോയാണ്. ആ ഒരു ബന്ധം അവർ ചെയ്യണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളതുകൊണ്ടാണല്ലോ. അത് ആ ഒരു ബന്ധം ഇന്ന് വരെ നിലനിൽക്കുന്നു. ഇവിടെ വന്നിട്ട് 6 മാസം ആവും. ഞാൻ 18-20 വർഷത്തോളമായി ജ്വല്ലറി ഫീൽഡിലുണ്ട്. എവിടത്തേക്കാളും നല്ല എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഇവിടെ. ഒരു ഫാമിലി പോസിറ്റീവ് എനർജിയാണ് തീർച്ചയായിട്ടും. ഇപ്പൊ നമ്മൾ ഏതൊരു സ്ഥാപനത്തിലാണെങ്കിലും എത്ര മെയിൽ സ്റ്റാഫ് ഉണ്ടെങ്കിലും നമ്മൾ ഒന്ന് കണ്ണു പരുതുക. എസ്പെഷ്യലി ഓർണമെന്റ്സ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ലേഡി സ്റ്റാഫ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ചിരിച്ച മുഖത്തോടെ നമ്മൾ വെൽക്കം ചെയ്യാൻ നമ്മൾ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ എല്ലാരെയും വെൽക്കം ചെയ്യുന്ന ചേച്ചി. പേര്? എത്ര നാളായി? 8 മാസമായി. എങ്ങനെയുണ്ട് ഇപ്പൊ കസ്റ്റമേഴ്സിനൊക്കെ കുറച്ചും കൂടെ ഡയറക്റ്റ് ഡീൽ ചെയ്യുന്നത് ചേച്ചിയായിരിക്കും? എങ്ങനെയാണ് കസ്റ്റമർ ഫീഡ്ബാക്ക് എങ്ങനെയാണ് പൊതുവെ ജ്വല്ലറി? നല്ല അഭിപ്രായമാണ് എല്ലാവർക്കും ഉള്ളത്. ജോസേട്ടിനെ കുറിച്ചൊക്കെ എല്ലാവർക്കും അതുപോലെ എനിക്കൊരു സന്തോഷമായിട്ട്. അപ്പോ ഇത്രയും പേര് നമ്മൾ പരിചയപ്പെട്ടു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇവരൊന്നുമല്ല, ഇവരെക്കാളൊക്കെ വലിയൊരു താരത്തിന് നമുക്ക് പരിചയപ്പെടാനുണ്ട്. പക്ഷെ ജൊഹാന്റെ പേജ് ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ വീഡിയോസ് ഒക്കെ സ്ഥിരം കാണുന്ന ആൾക്കാരാണെങ്കിൽ ആളെ നല്ല പരിചയമായിരിക്കും. അത്യാവശ്യം വൈറൽ താരം തന്നെയാണ്. അദ്ദേഹത്തിന് കാണാൻ നമുക്കൊന്ന് പുറത്തോട്ടിറങ്ങും. പക്ഷേ പുറത്തേക്ക് പോകുന്നതിന് മുമ്പ് അകത്തുള്ള 2 പേരും കൂടെ പരിചയപ്പെടാനുണ്ട്. ഈ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് വരുന്നത് ആളെ കാണിക്കണമെങ്കിൽ നമുക്ക് ഒരു കൈസഹായം വേണം. അതെ, മുതലാളി കം ഷൂട്ടിംഗ് കം, അതെ, എന്ത് ആവശ്യം എന്തെങ്കിലും ചെയ്യും എന്നുള്ളതാണ് റിക്കിയുടെ ഒരു പ്ലസ് പോയിന്റ് പറഞ്ഞത്. സോ അജു ആണ് നമുക്ക് നല്ല നല്ല വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്ത് തരുന്നതും എഡിറ്റ് ചെയ്ത് തരുന്നതും. അത്യാവശ്യം കസ്റ്റമേഴ്സ് ഒക്കെ നല്ല തിരക്കാണെങ്കിൽ കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യാനും എല്ലാം കേപ്പബിൾ ആയിട്ടുള്ള ആളാണ് അജു എന്ന് പറയുന്നത്. അപ്പൊ ആസ് എ യങ്സ്റ്റർ, സാധാരണ ഇപ്പൊ നമ്മൾ പറയുമല്ലോ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഫുൾ ടൈം ഒക്കെ ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യങ്സ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പാടുള്ള കാര്യമാണ്. ഇവിടെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, ഒരു ഫാമിലിനെ പോലെയാണ്. അതുകൊണ്ട് പിന്നെ റിക്കിനെ എനിക്ക് അല്ലാണ്ട് തന്നെ പരിചയമുണ്ട്. റിക്കി വളർത്തിയെടുക്കുകയാണ്. ഹാപ്പിയാണ് പിന്നെ. ഒരുപാട് എനിക്കൊന്ന് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വീഡിയോസ് ഇടാനൊക്കെ പോസിബിലിറ്റി ഉള്ള അല്ലെങ്കിൽ എക്സ്പ്ലോർ ചെയ്യാൻ സാധ്യതകൾ തരുന്ന ഒരു മുതലാളിയാണ് റിക്കി. അതുകൊണ്ട് നമ്മുടെ പരീക്ഷണം എല്ലാം നടക്കുന്നില്ലേ? ആൻഡ് ഏതൊരു ബിസിനസ്സിനും ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം എന്ന് പറയുന്നത് കണക്കുകളാണ്. അത് ഗോൾഡ് നമുക്കറിയാം, എന്താ പറയുക, ഒരു തരി പൊന്നാണെങ്കിൽ ഒരുപാട് പൈസ കണക്ക് വരുന്ന ഒരു ബിസിനസ്സാണ്. അപ്പോൾ ഇവരുടെ സ്വന്തം കണക്ക് നോക്കുന്ന പേര്? എന്റെ പേര് ജിസ്റ്റോ. എത്ര നാളായി വന്നിട്ട്? 3 മാസം ആവണുള്ളൂ. പൊതുവെ തന്നെ ഈ അക്കൗണ്ട്സ് തന്നെ പൊതുവെ ടെൻഷൻ പിടിച്ചൊരു ജോലിയാണ്. മേഖല തന്നെയാണ്. നമ്മൾ എവിടെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും അവിടെ അക്കൗണ്ട്സുകാർ പൊതുവെ ഒരു എന്റർടൈൻമെന്റിനും ഒരു ആഘോഷങ്ങൾക്കും കിട്ടാറുമില്ല. അവർ ഈ കണക്ക് ഇവിടെ എന്താണ് സ്ഥിതി? ഇവിടെ നല്ല തിരക്കുണ്ട്, അതിനനുസരിച്ചുള്ള ഇതുണ്ട്, കുഴപ്പമൊന്നുമില്ല. പ്രീ മാരേജിന് പോയപ്പോ കണ്ടുമുട്ടിയ ആളാണ്. ഓ, ശരി. പ്രീ മാരേജ് ഫ്രണ്ട്സ് ആണ്. അതാണ് എവിടെ പോയാലും മനസ്സിൽ ജൊഹാൻ ജ്വല്ലേഴ്സ് കൊണ്ട് നടക്കുന്ന ഒരു മുതലാളിയാണ് ഈ കടയുടെ ഭാഗ്യം. അതെ, ഈ കടയുടെ ഐശ്വര്യം എന്നൊക്കെ പറയില്ലേ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരാൾ നമ്മളെ വീഡിയോയില് സ്ഥിരമായിട്ട് വീഡിയോയിൽ വരുന്ന ഒരാളാണ്. പക്ഷെ കുറച്ച് സംസാരിക്കാനൊക്കെ ആയിട്ട് റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പൊ ചലോ
ഇദ്ദേഹത്തിന്റെ മുഖം കണ്ടു കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി ഞങ്ങൾ രണ്ടുപേരും ആരെയാണ് കൂടുതൽ വീഡിയോയിൽ കണ്ടിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചേട്ടനെ തന്നെയായിരിക്കും. കാരണം നമ്മുടെ കാതുകുത്ത് വീഡിയോസ് കുഞ്ഞുങ്ങളുടെ മാത്രമല്ല, ഇപ്പോ ഒരുപാട് പേര് കാത് കുത്തുന്നുണ്ട്, സെക്കൻഡ് സ്റ്റഡ് കുത്തുന്നുണ്ട്, മൂക്ക് കുത്തുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ള ജൊഹാൻ ജ്വല്ലറിന്റെ സ്വന്തം തട്ടാൻ ചേട്ടനാണ്. പേര് പറയൂ. ഗണേഷ്. എത്ര വർഷമായി ഇവിടെ? ഇവിടെ ഒരു 4 വർഷമായി. 4 വർഷം. അപ്പോ നമ്മൾ കാണുമ്പോൾ ചേട്ടൻ വളരെ ലാഘവത്തോടെയാണ് കുഞ്ഞുങ്ങളെ ആണെങ്കിലും വലിയവരൊക്കെ ആണെങ്കിലും കാതും മൂക്കൊക്കെ കുത്തുന്നത്. ശരിക്കും അങ്ങനെ കുത്തുമ്പോൾ ഒരു ചങ്കിടിപ്പ് ഉണ്ടാവാറുണ്ടോ? ഞാൻ തുടങ്ങിയിട്ട് ഒരു 40 വർഷത്തോളമായി. ഇപ്പൊ അങ്ങനെയുള്ളതൊന്നും ഉണ്ടായില്ല. നിത്യാഭ്യാസിയാണ്. അപ്പോ ഇത്തിരി ഇല്ലാത്ത കുഞ്ഞുവാവ മുതൽ 60 വയസ്സൊക്കെ ആയി ഒരു സെക്കൻഡ് സ്റ്റഡ് ഒക്കെ കുത്തണം എന്ന മോഹമുള്ള ലേഡീസ്, അതുപോലെ തന്നെ കാലത്തിനൊപ്പം സഞ്ചരിക്കാം എന്ന രീതിയിൽ കാത് കുത്താൻ വരുന്ന ആൺകുട്ടികൾ, അങ്ങനെ ഒരുപാട് പേരുടെ സന്തോഷങ്ങൾക്ക് കാരണമാണ് നമ്മളുടെ ജൊഹാൻ ജ്വല്ലേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോഴാണെങ്കിലും നമുക്ക് ഒരുപാട് ഹാപ്പി ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ഷോപ്പിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫുൾ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ ഒരു കേരള വൈബ്. നമ്മൾ അണിഞ്ഞൊരുങ്ങി ഓണം സെലിബ്രേഷനൊക്കെ പോകുന്ന പോലെ തന്നെ നമ്മളുടെ ഷോപ്പിലേക്ക് വന്നിട്ട് ഷോപ്പിംഗ് ഒക്കെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇതിൽ ഒരു ചെറുതെന്നല്ല, ഒരു വലിയ സന്തോഷം കൂടെ വ്യക്തിക്ക് പങ്കുവെക്കാനുണ്ട്. മറ്റൊന്നുമല്ല, നമ്മൾ 5 ദിവസമായുള്ള നമ്മുടെ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പോൾ 2ാമത്തെ ദിവസം നമ്മുടെ ഇവിടുന്ന് പർച്ചേസ് ചെയ്ത് ഓണക്കോടി വാങ്ങിയ ഒരു നമ്മുടെ കസ്റ്റമറാണ് അപർണ. ഇന്ന് അത് ഉടുത്തോണ്ട് വന്നു. അത് ഭയങ്കര ഒരു സന്തോഷമായി പോയി. കാരണം നമ്മൾ കൊടുത്തൊരു ഐറ്റം ചെയ്ത് ജസ്റ്റ് ഒന്ന് എണീറ്റ് കാണിക്കാമോ? നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പം അടുത്തൊരു കസ്റ്റമറിനെയും കൊണ്ട് വന്നിട്ടുണ്ട് പർച്ചേസ് ചെയ്യാനായിട്ട്. അപ്പം ഇന്ന് തന്നെ ആമമോതിരം അല്ലേ നോക്കുന്നത്, ആമമോതിരം നോക്കുന്നുണ്ട്. അപ്പം അത് കണ്ടപ്പം പെട്ടെന്ന് കാണിക്കുന്നുണ്ട്. കറക്റ്റ് നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് വന്നത് നമ്മൾ കണ്ടു. അണിഞ്ഞൊരുങ്ങി വന്നപ്പോൾ തന്നെ എന്തൊരു സന്തോഷമാണ്, എന്തൊരു ഐശ്വര്യമാണ്. അപ്പോൾ ഇതുപോലെ ഒരുപാട് സന്തോഷമുള്ള കസ്റ്റമേഴ്സ് ഇനിയും ജൊഹാൻ ജ്വല്ലേഴ്സിന് ഉണ്ടാവും എന്ന വിശ്വാസത്തോടെ ഒരു ഹാപ്പി ഓണം വിഷ് ചെയ്യുന്നു ഫ്രം ഓൾ ഓഫ് us. Johan Jewellers, opposite KCB, near Private Bus Stand, Kodamangalam.